കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ബാങ്കോക്ക് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് യാത്ര ചെയ്ത് അതിരാവിലെ തന്നെ ബാങ്കോക്ക് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിച്ചേരുകയും അവിടെ നിന്നും തായ്ലൻഡുകാരുടെ പരമ്പരാഗതമായ സ്വാഗതത്തിന് ശേഷം എല്ലാ യാത്രികരും ബെസ്റ്റ് ഏഷ്യ എന്ന ട്രാവൽ ഏജൻസിയുടെ ബസ്സിൽ അവിടുത്തെ ലോക്കൽ ഗൈഡിനോടൊപ്പം ബാങ്കോക്കിൽ നിന്നും ഏതാണ്ട് 2.5 മണിക്കൂർ യാത്രാ ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടായ സിറ്റിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അവിടെ നിന്നും രാവിലെ ഫ്രഷപ്പ് ആയതിനു ശേഷം ഇന്നേ ദിവസത്തിൻ്റെ ആദ്യ ഡെസ്റ്റിനേഷനായ അണ്ടർ വാട്ടർ വേൾഡ് പട്ടായ എന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ അണ്ടർ വാട്ടർ വേൾഡ് എന്നത് ഒരു വലിയ അക്വേറിയം എന്ന് നമുക്ക് ഒറ്റവാക്കിൽ വിശേഷിപ്പിക്കാവുന്നതാണ്. ഏതാണ്ട് 105 മീറ്റർ നീളത്തിൽ ഉള്ള ഗ്ലാസ് ടണലാണ് ഇവിടുത്തെ അക്വേറിയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ അക്വേറിയത്തിനുള്ളിൽ 180 ഡിഗ്രി വ്യൂ നമുക്ക് ലഭിക്കുന്നതാണ്. രാവിലെ ഇവിടെ എത്തിയ യാത്രികരെല്ലാവരും ടിക്കറ്റ് എടുത്തതിന് ശേഷം ഓരോരുത്തരായി ഈ അക്വേറിയത്തിനുള്ളിലെ മനോഹരമായ കാഴ്ചകളിലേക്ക് നടന്ന് നീങ്ങുകയാണ്. അങ്ങനെ നടന്ന് നീങ്ങുമ്പോഴാണ് വളരെ മനോഹരമായ പല കാഴ്ചകൾക്ക് നടുവിലായി അതിമനോഹരമായ മറ്റൊരു കാഴ്ച നമ്മുടെ മുമ്പിലേക്ക് എത്തപ്പെടുന്നത്. ഒരു വിദേശ വനിത ഇരുന്ന് അലങ്കാര മത്സ്യങ്ങൾക്ക് ഒരു കുപ്പിയിൽ നിന്നും എന്തോ ഫീഡ് ചെയ്യുന്നതും മത്സ്യങ്ങൾ ഓരോന്നായി വന്ന് ആ കുപ്പിയിൽ നിന്ന് എന്തോ ഒരു ദ്രാവകം കുടിക്കുന്നതുമാണ് നമുക്ക് കാണാൻ സാധിക്കുക. എത്ര മനോഹരമായ കാഴ്ചകൾ! ഒരു പക്ഷേ നാം ചിന്തിക്കുന്നതിനെ കഴിഞ്ഞും വളരെ മനോഹരവും അത്ഭുതകരവുമായ കാഴ്ചയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അതിനുശേഷം കുറച്ചുകൂടി മുന്നോട്ടേക്ക് നടന്നു നീങ്ങുമ്പോൾ അവിടെ മറ്റൊരു തായ് പൗരൻ ഒരു വലിയ വെളുത്ത നിറത്തിലുള്ള ഒരു പെരുമ്പാമ്പിനെയും മടിയിൽ വെച്ചിരിക്കുകയാണ്. കാര്യം അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ആ പെരുമ്പാമ്പിനെ കയ്യിലെടുക്കുകയോ ഇല്ലെങ്കിൽ കഴുത്തിൽ ഇടുകയോ ഇല്ലെങ്കിൽ ആ പെരുമ്പാമ്പിനോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുകയോ ചെയ്യാനുള്ള ഒരവസരമാണിത്. 100 തായ് ബാത്ത് ആണ് അതിന് അവർ ഫീസായി ഈടാക്കുന്നത്. അങ്ങനെ യാത്രാ ഗ്രൂപ്പിൽപ്പെട്ട ചിലരൊക്കെ ആ പെരുമ്പാമ്പിനൊപ്പം നിന്നും പെരുമ്പാമ്പിനെ കയ്യിലെടുത്തും പെരുമ്പാമ്പിനെ കഴുത്തിൽ ചുറ്റിയുമൊക്കെ കുറേയേറെ ഫോട്ടോകൾ എടുത്തതിന് ശേഷം അംഗങ്ങൾ ഓരോരുത്തരായും ഗ്രൂപ്പുകളായും ഈ ടണലിനുള്ളിലൂടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങും മനോഹരമായ കാഴ്ചകൾ. കടലിനടിയിലൂടെ നടന്ന് മനോഹരമായ കടൽ ജീവികളെയും മത്സ്യത്തെയും ഒക്കെ കാണുന്ന ഒരു പ്രതീതി. ഈ 105 മീറ്റർ നീളമുള്ള ഗ്ലാസ് ടണലിനെ 4 സോണുകളായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. ആദ്യത്തെ സോണിൽ വളരെ റയറായി മാത്രം കാണുന്ന കോറൽ മത്സ്യങ്ങളെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. വിവിധ തരത്തിലുള്ളതും വിവിധ നിറത്തിലുള്ളതും വിവിധ രൂപഭംഗിയിലുള്ളതുമായ കോറൽ മത്സ്യങ്ങൾ. അതിനെയും കണ്ട് മുന്നോട്ട് നടന്നു നീങ്ങുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് 2ാമത്തെ സോണിലാണ്. ഈ 2ാമത്തെ സോണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് കാർട്ടിലേജിനിയസ് ഫിഷ് എന്ന് പറഞ്ഞാൽ റെയ്സ് ഇല്ലെങ്കിൽ ഷാർക്ക് എന്നീ ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുക. വളരെ വലുതും കണ്ടാൽ പേടി തോന്നുന്നതുമായ അനേകം
ഷാർക്കുകളെയും റേസ് ഫിഷുകളെയുമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. ഒപ്പം മറ്റ് അനേകം കടൽ ജീവികളെയും നമുക്ക് ഇതിനുള്ളിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ഈ ജീവികളെയും മറ്റനവധി വിവിധതരം മത്സ്യങ്ങളെയും സമുദ്രജീവികളെയും ഒക്കെ കണ്ട് ടണലിനുള്ളിലൂടെ നാം നടന്ന് നീങ്ങുമ്പോൾ നമ്മുടെ തലയ്ക്ക് മുകളിലായി നമുക്ക് അനേകായിരം വിവിധ രീതിയിലുള്ള വിവിധ തരത്തിലുള്ള മത്സ്യങ്ങൾ നീന്തിക്കളിക്കുന്ന അത്ഭുത ലോകത്തേക്കാണ് നാം എത്തിച്ചേരുക. ഏതോ കടലിനടിയിലൂടെ നടക്കുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് എങ്ങും കാണാൻ സാധിക്കുക. നമുക്ക് ചുറ്റും വലിയ വലിയ മത്സ്യങ്ങളും ചെറിയ ചെറിയ മീനുകളും ഒക്കെ സ്വൈരവിഹാരം നടത്തുന്ന വളരെ മനോഹരമായ കാഴ്ചയാണ് ഈ ടണലിനുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുക. അങ്ങനെ നാം നടന്ന് മുന്നോട്ട് നീങ്ങുമ്പോൾ മൂന്നാമത്തെ സോണിൽ എത്തിച്ചേരുകയാണ്. ഈ മൂന്നാമത്തെ സോണിൽ പ്രത്യേകിച്ചും ട്രോപ്പിക്കൽ മത്സ്യങ്ങളെയും അതുപോലെ തന്നെ ആമ തുടങ്ങിയ നദിയിൽ ജീവിക്കുന്ന മത്സ്യങ്ങളെയും വിവിധതരം ജീവികളെയുമാണ് പാർപ്പിച്ചിരിക്കുന്നത്. എങ്ങും വളരെ മനോഹരമായ കാഴ്ചകൾ തന്നെ. കടലിന് അടിത്തട്ട് കൃത്രിമമായി നിർമ്മിച്ച് കടലിലെ ആവാസ വ്യവസ്ഥ പുനർനിർമ്മിച്ച് ആണ് ഈ മത്സ്യങ്ങളെയും ഈ ജീവികളെയും ഇതിൽ സംരക്ഷിച്ചിരിക്കുന്നത്. അങ്ങനെ കടലിനടിയിലൂടെ എന്നെപ്പോലെ നമുക്ക് തോന്നിക്കുന്ന ഈ ടണൽ ഉള്ളിലൂടെ നാം നടന്ന് മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മുടെ ഇരുവശങ്ങളിലും മുകളിലുമായി ധാരാളം മത്സ്യങ്ങൾ വെള്ളത്തിനുള്ളിൽ നീന്തി തുടിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ചെറിയ ചെറിയ മത്സ്യങ്ങൾ ഗ്രൂപ്പുകളായും വലിയ മത്സ്യങ്ങൾ വളരെ ഗാംഭീര്യത്തോടെ ഒറ്റയ്ക്കുമാണ് ഇതിൽ സഞ്ചരിക്കുക. എങ്ങും മത്സ്യങ്ങളും കടൽ ജീവികളും കോറലുകളും കടൽ വൃക്ഷങ്ങളും ഒക്കെയാണ് നമ്മുടെ ദൃഷ്ടിയിലേക്ക് എത്തിപ്പെടുക. ഇങ്ങനെ നാം കുറേ നടന്ന് മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് എത്തുക നാലാമത്തെ സോണാണ്. ഈ നാലാമത്തെ സോണിലാണ് വലിയ ആമസോൺ നദിയിൽ നിന്നും കൊണ്ടുവന്ന വലിയ വലിയ മത്സ്യങ്ങളെ പാർപ്പിച്ചിരിക്കുന്നത്. വളരെ വിചിത്രമെന്ന് തോന്നിക്കുന്ന രൂപത്തിലുള്ള, വിചിത്രമെന്ന് തോന്നിക്കുന്ന നിറത്തിലുള്ള, വിചിത്രമായി ഉള്ള രൂപത്തിൽ കാണപ്പെടുന്ന വിവിധ തരം മത്സ്യങ്ങൾ. ഇങ്ങനെ മത്സ്യങ്ങളെയും മറ്റ് അനേകം കടൽ ജീവികളെയും ഒക്കെ കണ്ടുകൊണ്ട് നാം മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക ഇത്ര മനോഹരമായി ഈ ടണൽ ഒരുക്കിയ മനുഷ്യൻ്റെ വൈദഗ്ധ്യമാണ്. കാരണം കടലിനടിയിൽ പോയി ഈ കടൽ മത്സ്യങ്ങളെയും കടൽ ജീവികളെയും ആ കടൽ ജീവികളുടെ ആവാസ വ്യവസ്ഥയും കാണാൻ പറ്റാത്തവർക്ക് അതിൻ്റെ ഒരു അനുഭവം നൽകാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ടണൽ നിർമ്മിച്ചിരിക്കുന്നതും ഇതിലേക്ക് യാത്രികരെ ആകർഷിക്കുന്നതും. ഈ ടണലിനുള്ളിലേക്ക് നാം പ്രവേശിക്കണമെങ്കിൽ ഒരാൾക്ക് 300 തായ് ബാത്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 900 രൂപയാണ് എൻട്രി ഫീസായിട്ട് ഇവർ ഇതിന് ഏർപ്പെടുത്തുന്നത്. ഒരിക്കലും 900 രൂപ ഒരധികപ്പറ്റോ ഒരധിക ചിലവോ ഇല്ലെങ്കിൽ ഒരു നഷ്ടമോ അല്ല. കാരണം അത്ര മനോഹരമാണ് ഇതിനുള്ളിലെ കാഴ്ചകൾ. ഈ കാഴ്ചകൾ അല്ലാതെ മറ്റ് അനേക ആക്ടിവിറ്റി കൂടി ഇതിനുള്ളിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് ഫിഷ് ഫീഡിംഗ് ഷോ എന്നറിയപ്പെടുന്ന മറ്റൊരു പരിപാടിയാണ്. ഇതിൽ 3 ടാങ്കുകളായി തിരിച്ച് ഈ 3 ടാങ്കുകളിലെ ജീവിക്കുന്ന വിവിധ ഇനം മത്സ്യങ്ങൾക്കും കടൽ ജീവികൾക്കും നമുക്ക് അവയെ തീറ്റുന്നതിനുള്ള ഒരു അവസരമാണ് ഒരുക്കുക. ആദ്യത്തെ ടാങ്കിൽ കോറൽ റീഫ് സോൺ എന്നറിയപ്പെടുന്ന ഈ ടാങ്കിൽ നമുക്ക്
മീനുകളെ തീറ്റാനുള്ള ഒരവസരമുണ്ട്. ഇത് രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയാണ് ഇതിൻ്റെ സമയം. രണ്ടാമത്തെ ടാങ്കിൽ ഓപ്പൺ ഓഷ്യൻ സോൺ എന്നറിയപ്പെടുന്ന ഈ ടാങ്കിലെ മത്സ്യങ്ങളെ തീറ്റുന്നതിനായി നിശ്ചയിച്ചിരിക്കുന്ന സമയം രാവിലെ 11 മുതൽ വൈകുന്നേരം 4 മണി വരെയാണ്. മൂന്നാമത്തെ ടാങ്കിൽ ഗ്രേറ്റ് സിയാം സോൺ എന്നറിയപ്പെടുന്ന ഈ സോണിൽ രാവിലെ 11:30 മുതൽ ഉച്ച കഴിഞ്ഞ് 3:30 വരെയാണ് മീനുകളെ തീറ്റാനുള്ള സമയം. ഇതും ഒരു വളരെ രസകരമായ ആക്ടിവിറ്റിയാണ്. നമുക്ക് ടിക്കറ്റ് എടുത്ത് ഓരോ സോണിലുമുള്ള മത്സ്യങ്ങളെ തീറ്റുന്നതിനും ആ മത്സ്യങ്ങളെ പ്രത്യേകമായി സ്നേഹിക്കുന്നതിനും ആ മത്സ്യങ്ങളോടൊപ്പം സമയം ചിലവഴിക്കുന്നതിനുമുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഈ ഫിഷ് ഫീഡിംഗ് സോണിൽ നമുക്ക് ലഭിക്കുക. ഇങ്ങനെ ഇതിനുള്ളിലെ വിവിധതരം കാഴ്ചകളും വിവിധതരം കലാപരിപാടികളും വിവിധതരം ആക്ടിവിറ്റീസും ഒക്കെ കണ്ടും അതിൽ പങ്കെടുത്തും അത്ഭുതത്തോടെ ഇവയെല്ലാം മനസ്സിലും ക്യാമറയിലും വീഡിയോയിലുമാക്കി ഓരോ യാത്രികനും തങ്ങളുടെ ഈ ട്രിപ്പ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്ക് ഈ ടണലിലൂടെ സഞ്ചരിച്ച് ഇതിൻ്റെ മനോഹരമായ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ നാം ചിന്തിച്ചു പോകുന്നത് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലും ഇതുപോലുള്ള ആക്ടിവിറ്റീസ് നമുക്ക് ആയിക്കൂടെ എന്ന്. ചിന്തിക്കുമ്പോൾ നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ കൂറ്റൻ മത്സ്യങ്ങളാണ് നീന്തി നടക്കുന്നത്. അവയെ തൊട്ടില്ല എന്ന് ആവുന്നത്ര ഫോട്ടോകൾ എടുക്കാനും അവയുടെ അടുത്ത് ഉള്ള സാമീപ്യം അനുഭവിക്കാനുമുള്ള ഒരവസരം കൂടി ഈ ടാങ്ക് നമുക്ക് നൽകുന്നുണ്ട്. പല വലിപ്പത്തിലും പല രൂപത്തിലും പല നിറത്തിലും ഉള്ള കൂറ്റൻ മത്സ്യങ്ങൾ, നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലുള്ള മത്സ്യങ്ങളോടും ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാനുള്ള ഒരു അസുലഭ അവസരം കൂടിയാണിത്. കടലിനടിയിലെ ആവാസ വ്യവസ്ഥയെ പുനർനിർമ്മിച്ച് ഇത്തരം വലിയ മീനുകൾക്കും സന്തോഷകരമായി ഇവിടെ ജീവിക്കാനുള്ള ഒരു ആവാസ വ്യവസ്ഥ ഒരുക്കിയതിന് ശേഷമാണ് ഈ ജീവികളെ ഈ ടാങ്കിനുള്ളിൽ പാർപ്പിച്ചിരിക്കുന്നത്. ഓരോ മത്സ്യങ്ങളുടെയും രൂപവും ഓരോ മത്സ്യങ്ങളുടെയും വലിപ്പവും കാണുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നിപ്പോകും. കാരണം നമ്മുടെ ഈ ഭൂമിയിലും നമ്മുടെ ഈ കടലിലും ഇത്തരം ബൃഹദാകൃതിയിലുള്ള ഇത്തരം വിചിത്രമായ രൂപത്തിലുള്ള മത്സ്യങ്ങൾ ഉണ്ട് എന്ന് അറിയുന്നത് തന്നെ ഒരു വലിയ അനുഭവമാണ്. ഒപ്പം ഇത്തരം മത്സ്യങ്ങളെ ഗ്ലാസിനപ്പുറത്ത് നിന്ന് ആണെങ്കിൽ കൂടി ഒന്ന് തൊടാനും അവയോടൊപ്പം ഫോട്ടോ എടുക്കാനും കിട്ടുന്ന അസുലഭമായ കുറേ അവസരങ്ങൾ കൂടിയാണ്. ഇങ്ങനെ ഈ മത്സ്യങ്ങളെയൊക്കെ കണ്ട് അതുപോലെ തന്നെ നടന്നു നീങ്ങുമ്പോൾ ഈ ടണലിൻ്റെ രണ്ട് സൈഡിലുമായി ചെറിയ ചെറിയ അക്വേറിയങ്ങളിൽ പാർപ്പിച്ചിരിക്കുന്ന പലതരം മീനുകളെയും മത്സ്യങ്ങളെയും ഒക്കെ കണ്ടുകൊണ്ട് നാം മുന്നോട്ട് നടക്കുമ്പോൾ കടലിൻ്റെ ഒരു ആവാസ വ്യവസ്ഥയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ചില മീനുകളെ കണ്ടാൽ നമുക്ക് പേടി തോന്നുമെങ്കിലും ചില മീനുകളെ കണ്ടാൽ നമുക്ക് പ്രത്യേക സ്നേഹം തോന്നുമെങ്കിലും ചില ജീവികളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ അധികം ആശ്ചര്യം തോന്നുമെങ്കിലും ഇതെല്ലാം നമ്മുടെ ആവാസ വ്യവസ്ഥയുടെ നമ്മുടെ കടലിൻ്റെ മക്കളാണ്, ഇല്ലെങ്കിൽ നമ്മുടെ കടലിൻ്റെ ഒരു ഭാഗമാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഭൂമിയെപ്പറ്റിയും ഇതിലുള്ള ജീവികളെപ്പറ്റിയും ഇവിടെയുള്ള ആവാസ വ്യവസ്ഥയുടെ മനോഹരതയെപ്പറ്റിയും നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ അങ്ങനെ അനങ്ങാതെ നിൽക്കുന്ന ഭീകരനായ ആ മീനിനെ കണ്ടു കഴിഞ്ഞാൽ സത്യത്തിൽ ഞെട്ടിപ്പോവും. അതിന് അടുത്ത
കൂട്ടിൽ കാണുന്ന തെളിഞ്ഞ മനോഹരങ്ങളായ മീനുകളും നമ്മുടെ കണ്ണിന് ആനന്ദമേകുന്ന ഒന്നാണ്. ഇങ്ങനെ നാം ഈ മനോഹരമായ കാഴ്ചകൾ കണ്ട് അക്വേറിയത്തിൽ നിന്നും പുറത്തേക്ക് നടക്കുകയാണ്. നാം ഇങ്ങനെ പുറത്തേക്ക് നടക്കുമ്പോഴും ധാരാളം ആൾക്കാർ ടിക്കറ്റ് എടുത്ത് ഈ അക്വേറിയത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ കാണാൻ ഉള്ളിലേക്ക് കടന്നു വരികയാണ്. ഇങ്ങനെയുള്ള മനോഹരമായ സ്ഥലങ്ങൾ കാണുകയും അതിലുള്ള ജീവികളെപ്പറ്റി പഠിക്കുകയും അവിടെ കുറേ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിന് ലഭിക്കുന്ന ആനന്ദം വർണ്ണന അതീതമാണ്. ഇങ്ങനെ അണ്ടർ വാട്ടർ വേൾഡിലെ മനോഹരമായ കാഴ്ചകൾ കണ്ട് നാം അടുത്ത കാഴ്ചകളിലേക്ക് നീങ്ങാനായി പുറത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്.